ഹലോ, വെൽക്കം ബാക്ക്. കാൻഡ് ട്യൂണ ഇല്ലേ, അത് ഇങ്ങനെയൊന്നും ഒരു തവണ ഉണ്ടാക്കി നോക്കണം കേട്ടോ. സാമ്പാറിൻ്റെ കൂടിയും അതുപോലെ തന്നെ പരിപ്പ് കറിയുടെ കൂടിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു സംഭവം. ഈ ലക്ഷദ്വീപുകാരുടെ മാസം എന്ന് പറയുന്ന ഈ ഉണക്കിയ ട്യൂണ പൊടിച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഫില്ലിംഗ് പണ്ട് എൻ്റെ ആണ്ടി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ വെള്ള ട്യൂണ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോഴേ ഞാൻ എടുത്തത് 2 ക്യാൻ ട്യൂണയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് കുറച്ച് എണ്ണയിലോ ഇല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് അത് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ. പിന്നീട് ട്യൂണ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആകുമ്പോൾ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, വലിയ ഉള്ളി, പച്ചമുളക്, കുത്തിമുളക്, പിന്നെ കുറച്ച് വിനീഗറും. ഈ വിനീഗർ ചേർക്കുമ്പോൾ ചെറിയൊരു അച്ചാർ ടച്ചൊക്കെ കിട്ടും കേട്ടോ. എനിക്കിഷ്ടമാണ് അതിൻ്റെ ഒരു പുളിപ്പ്. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയും കൂടി തൂവി ഒന്ന് ഗാർണിഷ് ചെയ്യുക. ആദ്യം പറഞ്ഞ പോലെ സാമ്പാറിൻ്റെ കൂടിയും പരിപ്പ് കറിയുടെ കൂടിയും എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ അത് നല്ലൊരു അടിപൊളി കോംബോ ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തവണ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.